ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രചാരണത്തിന് ഇന്ന് തൃശ്ശൂരിൽ തുടക്കമാകും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തേക്കിൻകാട് മൈതാനത്ത് നിന്ന് സൂരജ് സജി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഒരുക്കങ്ങളൊക്കെ ഏത് വിധമായി? അവിടെ രാവിലെയൊക്കെ പ്രവർത്തകരെയൊക്കെ കാണുന്നുണ്ടോ? SKN ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് തേക്കിൻകാട് മൈതാനിയിൽ പോവുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലാണ് വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസിന്റെ മഹാജനസഭ നടക്കുക. എന്തായാലും പ്രധാനമന്ത്രിയെ എത്തിച്ച് ആഴ്ചകൾക്ക് മുമ്പ് BJP സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇതേ വേദിയിൽ നിന്ന് തുടക്കം കുറിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് AICC അധ്യക്ഷനെ എത്തിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് 1 ലക്ഷം പ്രവർത്തകരെ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അതായത് 25,000-ലധികം ബൂത്തുകളിൽ നിന്നായി ബൂത്ത് ഭാരവാഹികൾ മാത്രം 75,000-ലധികം പേർ പങ്കെടുക്കും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് ഈ യോഗത്തിൽ വെച്ച് ID കാർഡ് വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഫോട്ടോ പതിപ്പിച്ച ID കാർഡ് ആയിരിക്കും വിതരണം ചെയ്യുക. ഈ ID കാർഡ് എല്ലാം വിതരണം ചെയ്യുന്നതിലൂടെ പ്രവർത്തകരിൽ, അതായത് താഴെത്തട്ടിലെ പ്രവർത്തകരിൽ കൂടുതൽ ആവേശം വിതറാൻ കഴിയും, അല്ലെങ്കിൽ ഒരു കേഡർ സ്വഭാവത്തിലൂടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുള്ള ഒരു യോഗം, അതായത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് തൃശൂർ DCCയിൽ ചേരുകയാണ്. പാർലമെന്റ് നടക്കുന്നതിനാൽ തന്നെ MP-മാർക്കെല്ലാം തിരുവനന്തപുരത്ത് എത്തുന്നതിനുള്ള അസൗകര്യം പരിഗണിച്ചുകൊണ്ടും ഈ മഹാജനസഭ തൃശൂരിൽ നടക്കുന്നത് കൊണ്ടുമാണ് ഈ തൃശൂർ DCCയിൽ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിലേക്ക് പോകും. KPCC പ്രസിഡന്റ് K സുധാകരന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക. ആ യോഗത്തിൽ മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുക്കും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് വരുന്നത്. അത്തരത്തിൽ ഇന്ന് ചേരുന്ന ആദ്യം നടക്കുന്ന യോഗം അതായിരിക്കും. 10 മണിക്ക് ആ ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കണം, എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ എടുക്കേണ്ട സമരപരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട നയങ്ങൾ എല്ലാം തന്നെ ഇന്ന് ചേരുന്ന ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ 3 മണിക്കായിരിക്കും ഇവിടെ യോഗം നടക്കുക. എന്തായാലും വലിയൊരു പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ വിദ്യാർത്ഥി കോർണർ മുതൽ ഇപ്പോൾ ഈ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗത്താണ് ഈ വേദി പൂർണ്ണമായും ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അടക്കമുള്ളവ ഒരുക്കിയിട്ടുണ്ട്. ഈ AICC അധ്യക്ഷന് പുറമെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തും. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം തുടങ്ങി അതുപോലെ തന്നെ AICC വരെയുള്ള ഈ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ നേതാക്കളോടും ഈ സംഗമത്തിൽ പങ്കെടുക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും BJPയെ സംബന്ധിച്ച് BJP പ്രധാനമന്ത്രിയെ എത്തിച്ച് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത് തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചു. അതേ തട്ടകത്തിൽ AICC അധ്യക്ഷനെ അടക്കം എത്തിച്ചുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഈ കാഹളം മുഴക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും SK. താങ്ക് യു സൂര്യ.